കീം കൗൺസിലിംഗ് വഴി BDSന് നല്ലൊരു കോളേജിൽ എത്തിച്ചേരാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് അതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അതേപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെ, കീമിൻ്റെ ഓപ്ഷൻ ഫില്ലിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഓപ്ഷൻ ഫില്ലിംഗ് തോന്നുന്നു എനിക്ക്. ഓൾ ഇന്ത്യ ആയിക്കോട്ടെ, അതർ സ്റ്റേറ്റിൻ്റെ ഏത് ഓപ്ഷൻ ഫില്ലിംഗ് ആയിക്കോട്ടെ, അതിനേക്കാൾ ഏറ്റവും സ്റ്റുഡൻസിനെ ബുദ്ധിമുട്ടിക്കാൻ സാധാരണ ശ്രമിക്കുന്ന കീമിൻ്റെ ഓപ്ഷൻ ഫില്ലിംഗ് ആണ്. അതെ 3 റൗണ്ട് നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റൗണ്ടായിട്ടും 4മതൊരു സ്ട്രേ റൗണ്ടായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നത് അല്ലേ? പൊതുവേ 2 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഓഫ്ലൈൻ കൗൺസിലിംഗ് ഇല്ല, ഓൺലൈൻ കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ കീമിനെ സംബന്ധിച്ചിപ്പോൾ. പ്രത്യേകിച്ചും മെഡിക്കൽ കൗൺസിലിംഗ്, അതായത് മെഡിക്കൽ കോളേജുകൾ ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ പിന്നെയും എന്താ പറയുന്നത്, ആദ്യം ഗവൺമെൻറ് കോളേജിൽ ഓർഡറിൽ കൊടുത്ത് പിന്നെ അങ്ങോട്ടാണെങ്കിലും ആ പേഷ്യൻ്റ് ഉള്ള കോളേജുകളും നല്ല ക്വാളിറ്റി ഉള്ള കോളേജുകളൊക്കെ പ്രൈവറ്റ് കോളേജുകളാണ്. ആളുകളോടും കൂടെ ഫെമിലിയർ ആണ് കോളേജുകളായിട്ട്. സോ ക്വാളിറ്റി ഏകദേശം ആളുകൾക്ക് അറിയാം, ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടുന്ന ഇതാണ് ആക്ച്വലി. ഡെൻ്റലിൻ്റെ ഓപ്ഷൻ ഫില്ലിങ്ങിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പരിതാപകരമാണ്. കാരണം ഒരു 90% ആളുകളും കോളേജ് ക്വാളിറ്റി നോക്കിയല്ല ഓപ്ഷൻ വെക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർ ജസ്റ്റ് ഓപ്ഷൻ വെച്ച് ഇവിടെ വന്നു പെട്ടുപോയി എന്ന് പറയുന്ന ടൈപ്പിലുള്ള കോളേജുകൾ. അതെ, നമ്മളെ ജസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷമൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ കുട്ടി സ്റ്റുഡൻറ്റിനോട് എക്സിറ്റ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയോട് ജോയിൻ ചെയ്യാൻ പറയുമായിരുന്നു. അതെ അതെ അതെ. സോ അങ്ങനെ പോയി ജോയിൻ ചെയ്ത് വീണ്ടും എന്തെങ്കിലും ചേഞ്ച് പറ്റുമോ എന്നൊക്കെ ചോദിച്ച്, വേറെ ഇപ്പോൾ MBBS ആണെങ്കിൽ ചേഞ്ചിനുള്ള ഓപ്ഷൻ ഉണ്ട് ഗുവാസിൽ. പക്ഷേ BDS ആ ചേഞ്ച് പോലും ബുദ്ധിമുട്ടായിട്ട് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡെൻ്റൽ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അവിടെ ഓരോ ദിവസം എത്ര പേഷ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി എന്തുമാത്രമുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ സ്പോർട്സ്, ആർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോ കോളേജിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള പല കാര്യങ്ങൾ അതിനെപ്പറ്റി കൃത്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ വീഡിയോ കൊടുക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വാളിറ്റി ഫാക്ടറിനെ എല്ലാം വെച്ചുകൊണ്ട് ഈ സ്റ്റുഡൻറ്റിന് ഏറ്റവും ഫേവറബിളായ കോളേജിലേക്ക് ഹെൽപ്പ് ചെയ്യുക. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിരിക്കും. അതെ, ഇപ്പോൾ നീറ്റ് സ്കോർ അല്ല ഇതിനകത്ത്. നീറ്റ് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓരോ കോളേജും അറേഞ്ച് ചെയ്യുന്നതിലുള്ള ആ ഒരു സംഗതി. അതെ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ചിലർക്ക് എന്തൊരു അകലെ പോലും ബെറ്റർ കോളേജ് കിട്ടിയാൽ മതി എന്നുള്ളവരുണ്ടാവും. ഏറ്റവും അടുത്ത് വീടിൻ്റെ ഏറ്റവും അടുത്ത് കോളേജ് കിട്ടണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അത് ആ കോളേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇവർക്ക് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ സ്കോളർഷിപ്സ് തരുന്ന കോളേജുകളുണ്ട്. നോർമൽ ട്യൂഷൻ ഫീസിൽ നിന്ന് സ്കോളർഷിപ്സ് തരാൻ റെഡി ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ കിട്ടും, ലോ മാർക്കുകാർക്ക് എങ്ങനെ ബെസ്റ്റ് കോളേജിലെത്താം, NRI കോട്ട എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഒരു ബെസ്റ്റ് കോളേജിലേക്ക് ഈ ഒരു പല ക്രൈറ്റീരിയ മീറ്റപ്പ് ചെയ്താണ് എത്താൻ പറ്റുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഫസ്റ്റ് നീറ്റ് സ്കോർ, അവരുടെ കാറ്റഗറി ജനറൽ ആണോ, OBC ആണോ, SC ST OEC ആണോ, ആ ഒരു ഇത്, പിന്നെ അവരുടെ ബഡ്ജറ്റ്, അവർക്ക് എത്രമാത്രം കേരളത്തിൽ അവർക്ക് അഫോർഡബിൾ ആണ് അല്ലേ. നമുക്ക് ഈ ഗവൺമെൻറ് ഫീസിലും കുറവാണെങ്കിൽ പോലും നമുക്ക് അവരെ കേരളത്തിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ആയിട്ട് നമുക്ക് ഓരോ സ്റ്റുഡൻസ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ഫില്ലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന വഴി ഉറപ്പായിട്ടും നമുക്ക് അഷ്വറേറ്റ് ചെയ്യാൻ പറ്റും അവർ ബെസ്റ്റ് ഒരു കോളേജിൽ എത്തിച്ചേർന്നിരിക്കും. അതെ, കാരണം ഇവരെക്കാളും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. എല്ലാ കോളേജിൻ്റെ ഫുട്ടേജസ് നമ്മുടെ കയ്യിലുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പറുണ്ട്. ഇവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കോളേജിനെ മെഷർ ചെയ്യാൻ, ആക്സസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റിയിലും ക്രിസ്ത്യൻ മൈനോറിറ്റിയിലും പെട്ടവർക്ക് സ്പെഷ്യൽ റിസർവേഷൻ, അവരുടെ മൈനോറിറ്റി റിസർവേഷൻസ് കിട്ടുന്ന കോളേജസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും ഒരു ജനറൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കൊടുക്കുക. കാരണം അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ കോളേജ് ചിലപ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ LAയും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്, ഈഴവ കമ്മ്യൂണിറ്റീസിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടെ നമ്മളൊന്ന് വൈസായിട്ട് ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ ബെറ്റർ കോളേജിലേക്ക് എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്സിൽ ഏറ്റവും നല്ല കോളേജിൽ ഈ പറഞ്ഞ പോലെ എത്തിച്ചേരാനുള്ള എല്ലാ ഗൈഡൻസും BDSനെ സംബന്ധിച്ച് നമുക്ക് തരാൻ സാധിക്കും. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് സംബന്ധമായ എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.